അച്യുതാനന്ദന്റെ വീട്ടിൽ വെച്ച് സാവിത്രിയെ കണ്ടപ്പോൾ ഫയൽമാന്റെ മുഖം നീ ശ്രദ്ധിച്ചോളാം. ഫയൽമാന്റെ മോന്റെ അല്ല നമ്മൾ ശ്രദ്ധിച്ചത്, സാവിത്രിന്റെ മോന്റെയാണ്. ഫയൽമാനെ കണ്ടപ്പോ ഓളുടെ മുഖം ബലത് ബലത്തെ നമ്മ കണ്ടല്ലേ. സാവിത്രിയെ കണ്ടാ ഞെട്ടാത്തവൻ ആരാ ഉള്ളത്? ആർഷഭാരത സംസ്കാരത്തെ തുരക്കം വെക്കുന്ന വർത്താനം പറയല്ലേ ശങ്കര. ആണും പെണ്ണ് ലൈൻ അടിക്കുന്നത് ആർഷഭാരത്ത് എന്നാ കാര്യം? ഈ കണാരേട്ടന് ലൈനടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. കൂടുന്നു ആ കണാരേട്ടന് ആകെ ലൈനേ ഉള്ളെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്റെ സംശയം ഇപ്പോ ഫയൽമാനും സാവിത്രിയും തമ്മിൽ എന്തെങ്കിലും. നമുക്ക് ഫയൽമാനോട് നേരിട്ട് ചോദിച്ചാലോ? എന്നിട്ട് വേണം ഫയൽമാന്റെ വെയിറ്റ് ഉള്ള ഇടിയോട്ട് വാങ്ങിക്കാൻ. തൊട്ടിങ്കരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്ര ചന്തം കൊടുത്തവരാടാ. എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ല എല്ലാരും ഉണ്ടല്ലോ. ഒത്തുപിടിച്ചാ മലയും പോരോന്നാണല്ലോ. 1 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ശരിയാക്കിയത്. ഒരു സൗകര്യമൊക്കെ ഇത് മതിയല്ലോ. ഓഹോ, ഇത് തന്നെ ധാരാളം. ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയമാണെങ്കിലും ചോദിക്കാം, പക്ഷെ ഗുസ്തിയെ കുറിച്ച് മാത്രമായിരിക്കണം. ഇത് ഗുസ്തിന്റെ കാര്യമല്ല, പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട സാവിത്രിന്റെ. സാവിത്രിയുടെ അല്ല, ഫയൽമാനും സാവിത്രിയും തമ്മില് നേരായി നീ തുടങ്ങിട്ട് എന്താണ് നിന്റെ സംശയം? ഒന്നുമില്ല. നിനക്ക് സംശയം? അത് പിന്നെ ഈ ഗുസ്തി എപ്പം തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തുടങ്ങിയിരിക്കും. അതിനു മുമ്പ് തന്റെ ഒരു വക സംശയം ചോദിക്കാനില്ല. തന്റെ ദേഹത്തെ ഞാൻ കുസ്തി മാറ്റി ചെയ്യും. മത്സരം കഴിയുന്നവരെ ഈ സഖാവ് ഫയൽമാൻ സഖാവിന്റെ ഒപ്പം ഉണ്ടാവും. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എങ്കിൽ നാളെ വരുമ്പോ കണ്ണു പോവാത്ത ഒരു കൂടം കള്ള്. അല്ല, ഈ നാട്ടുകാർ പറയുന്നൊന്നും ഫയൽമാൻ കാര്യാക്കണ്ട. നാട്ടുകാർ എന്തു പറഞ്ഞു? അല്ല, ഈ സാവിത്രിയായിട്ട് സാവിത്രിയുടെ നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പറയാതിരിക്കും? സ്വയം ഉണ്ടാക്കി വെച്ച കടം നാട്ടുകാരായിട്ട് തീർക്കാൻ പോവല്ലേ? അതിനെപ്പറ്റിയല്ല, പിന്നെ സാവിത്രി ഒന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്കിപ്പോ ആലോചിക്കാൻ നേരമൊന്നുമില്ല. തന്നെത്താൻ എന്നെ ആലോചിച്ചാ മതി. സാവിത്രിയെ കുറിച്ചാ? എന്നെ കുറിച്ചോ? അതെ, ആ ഫയൽമാൻ ഫൽഗുണൻ സാവിത്രിയെ കണ്ടപ്പോ വല്ലാണ്ടായെന്നും അപ്പൊ സാവിത്രിയുടെ മുഖത്ത് അമ്പരപ്പ് ഉണ്ടായെന്നൊക്കെയാണ് നാട്ടുകാർ പറയണത്. ഒക്കെ സത്യ. അതിന് നാട്ടുകാർ കണ്ട. അപ്പൊ സാവിത്രിക്ക് അയാളെ പണ്ടേ അറിയാലേ? അറിയാം. എങ്ങനെ? ഞങ്ങള് പരിചയക്കാരാ. അതല്ല എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ബന്ധം? അതെ, എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് അറിയാൻ മാത്രമുള്ള ബന്ധമൊന്നും അയാളായിട്ടില്ല. അപ്പൊ നാട്ടുകാർ പറയുന്നതോ? തീയില്ലാതെ എങ്ങനെ പുകയുണ്ടാകുക? അപ്പോ സ്വന്തം ഭാര്യക്കാളും വിശ്വാസം നിങ്ങൾക്ക് നാട്ടുകാരിയാണല്ലേ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരുന്നു കൂട്ടിന്. ഇപ്പൊ ദേ സംശയം. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നാട് മുഴുവൻ കടമുണ്ടാക്കി ഉള്ളതെല്ലാം വിറ്റ് തൊലച്ചു. എന്തിന്? എന്റെ എല്ലാമായി അറിഞ്ഞാണ് പോലും. എനിക്കറിയാവുന്ന രാവുണ്ണി അങ്ങനെ പണ്ടം പണയത്തിനെടുത്ത് പണം കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഗതികേടുണ്ട്, ഞാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാ. അത് ഇത്രയും വലിയ പുലിവാലാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയെങ്കിലും ഈ പണയം വെക്കലും കടം മേടിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഒക്കെ ഒരു യോഗ മാഷെ. തലയിലെടുത്ത് തൂത്താ പോകൂ. നീ ഉത്തവർണ്ണന്റെ അധവർണ്ണന്റെ കഥ കേട്ടിട്ടുണ്ടോ? തൽക്കാലം ഒരു കഥ കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ. ഇതുവരെ അല്ല, മൂക്കറ്റം കടത്തി മുങ്ങി നിൽക്കുന്ന നിന്നെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ മാഷിക്കുന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം ആ പണയപ്പണ്ട ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി. മുതൽ കൊടുക്കാതെ എങ്ങനെ പണയപ്പണ്ടം തിരിച്ചു കിട്ടും? മാഷിന്റെ ഒറ്റ സുഹൃത്തല്ലേ രാവുണ്ണി മുതലാളി. മാഷ് വിചാരിച്ച നടക്കും, ഉറപ്പാ. ശ്രമിച്ചു നോക്കാം. ബസ്സിനാ വന്നതേ. ഓട്ടോയ്ക്ക് വെക്കോ. വിനാശകാലേ വിപരീത ബുദ്ധി.